നമസ്കാരം. കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. അട്ടാപ്പാടിയിൽ പണിതീരാത്ത വീടിൻ്റെ സൺഷെയ്ഡ് തകർന്നു വീണ് മരിച്ച കുട്ടികളുടെ അമ്മ ദേവിയുടെ വാക്കുകളാണിത്. മടിയിലെടുത്ത് വെച്ചപ്പോൾ ഒരാൾക്ക് അനക്കമുണ്ടായിരുന്നുവെന്ന് ദേവി കണ്ണീരോടെ പറഞ്ഞു. പലതവണ ബന്ധപ്പെട്ടിട്ടും വാഹനം എത്തിയില്ല. ഇതോടെയാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെങ്കിലും തിരിച്ചു കിട്ടിയേനെ. പ്രൊമോട്ടറെയും മെമ്പറെയും ഒക്കെ വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നും ദേവി പ്രതികരിച്ചു. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് പാതി പണി കഴിഞ്ഞ വീടിടിഞ്ഞു വീണ 7ഉം 4ഉം വയസ്സുള്ള ആദിയും അജനീഷും മരിച്ചത്. ബന്ധുവായ 6 വയസ്സുള്ള അഭിനിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. അട്ടപ്പാടി സൈലന്റ് വാലിയോട് ചേർന്നാണ് ഈ കരുവാര ഉന്നതി. ഇവിടെ 8 വർഷമായി പണി പാതിയായി കിടക്കുന്ന വീടാണ് ഇടിഞ്ഞു വീണത്. ആൾ താമസമുള്ള വീടല്ല, മേൽക്കൂരയില്ലാത്ത വീടാണ്. മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ദുർബലമായ കെട്ടിടം. അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദിയും അജനേഷും ബന്ധുവായ അഭിനയും ഇവിടെ കളിക്കുവാൻ എത്തിയതാണ്. വീടിന്റെ സൺഷെയ്ഡിൽ കയറി കളിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ അപകടം സംഭവിച്ചതും. മുക്കാലിയിൽ നിന്നും 4 കിലോമീറ്റർ വനത്തിനകത്താണ് കരുവാര ഉന്നതി. മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ല. ഫോണിൽ പുറത്താരെയും ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഇതോടെയാണ് അടുത്തുള്ള വീട്ടിലെ സ്കൂട്ടറിൽ താഴേക്ക് എത്തിച്ചത്. അവിടെ നിന്നും വനംവകുപ്പിന്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തൊട്ടടുത്താണ് ഈ കുട്ടികളുടെ വീട്. സ്ഥിരമായി കുട്ടികൾ ഇതിനു മുകളിൽ കയറാറുണ്ട്. വീട്ടുകാരും ഈ വീടിന് മുകളിൽ തുണി ഉണക്കാൻ ഇടാറുമുണ്ട്. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് സൂചന. മൃതദേഹങ്ങൾ അഗളി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ കളിക്കുന്നതിനിടെ കുട്ടികളുടെ മുകളിലേക്ക് ഈ വീട് തകർന്നു വീണത്. ഇവരുടെ ബന്ധുവായ 6 വയസ്സുകാരി അഭിനയ പരിക്കുകളോടെ ചികിത്സയിലാണ്. 2016 നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. വീടിന്റെ സൺഷെയ്ഡാണ് കുട്ടികളുടെ മുകളിലേക്ക് പതിച്ചത്. കുട്ടികൾ സ്ഥിരമായി തന്നെ ഈ ഭാഗത്ത് കളിക്കാറുണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. മുക്കാലിയിൽ നിന്ന് 4 കിലോമീറ്റർ അകത്തുള്ള പ്രദേശമാണ് ഈ കരുവാര ഊര്. അപകടം സംഭവിച്ച കുട്ടികളെ ആദ്യം ബൈക്കിലും പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിലുമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പരിക്കേറ്റ കുട്ടി ഈ കരുവാരയിലേക്ക് വിരുന്നിന് വന്ന കുട്ടിയാണ്. സർക്കാർ പദ്ധതി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന വീടാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മരിച്ച 2 കുഞ്ഞുങ്ങളും സീങ്കര സെന്റ് ജോർജ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6ഓടെയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടെ തന്നെ ഈ ഒരു സൺഷെയ്ഡ് സ്ലാബ് തകർന്ന് വീഴുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ പരിസരവാസികൾ സ്ലാബിന് അടിയിൽപ്പെട്ട കുട്ടികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അഭിനയെ പിന്നീട് പ്രഥമ ശുശ്രൂഷ നൽകി വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അജന്യാണ് മരിച്ച കുട്ടികളുടെ സഹോദരി. 2016 IDDP ഉന്നതിയിലെ രമേശിന് അനുവദിച്ച വീടാണ് ഈ തകർന്നിരിക്കുന്നത്. 4.5 ലക്ഷം രൂപ അനുവദിച്ചതിൽ 3.32 ലക്ഷം കൈപ്പറ്റിയിരുന്നതായിട്ടാണ് അധികൃതർ പറയുന്നത്. പണമില്ലാത്തതിനെ തുടർന്നാണ് പിന്നീട് നിർമ്മാണം നിലച്ചതും. ഇത്തരം ഒട്ടേറെ വീടുകൾ ഉന്നതിയിലുണ്ട് എന്നാണ് വിവരം. മുക്കാലിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ വനത്തിലാണ് ഈ ഉന്നതി. മൊബൈൽ ഫോണിൽ റേഞ്ച് ലഭിക്കില്ല. ഫോണിൽ പുറത്ത് ആരെയും തന്നെ ബന്ധപ്പെടാനും വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിൽ സമീപത്തെ വീട്ടുകാരുടെ സഹായത്തോടെ സ്കൂട്ടറിൽ തന്നെ താഴേക്ക് എത്തിച്ചതും ശേഷം വനം വകുപ്പിന്റെ ജീപ്പിൽ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും. എങ്കിലും ആ അമ്മയുടെ കണ്ണീരെല്ലാം വിഫലമാക്കുന്ന രീതിയിലാണ് ആ 2 മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ അമ്മയുടെ മടിയിൽ ആ കുഞ്ഞ് കിടക്കുമ്പോൾ അനക്കമുണ്ടായിരുന്നു എന്നാണ് വേദനയോടുകൂടി ആ അമ്മ പറഞ്ഞത്. പക്ഷേ എല്ലാ നിലവിളികളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ആ 2 കുഞ്ഞുങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്.